ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി നാളെ ഇന്ത്യയിലെത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം വരുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി ഷെയ്ഖ് തമീം ചർച്ച നടത്തും. മന്ത്രിമാരും ബിസിനസ്സുകാരും നിക്ഷേപകരും ഉൾപ്പെടെ വൻപടയും ഖത്തർ അമീറിനൊപ്പം നാളെ ഡൽഹിയിലെത്തുന്നുണ്ട്. കോടികളുടെ കരാർ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുമായുള്ള അടുത്ത സൗഹൃദം പുലർത്തുന്ന GCC രാജ്യമാണ് ഖത്തർ. പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ വർഷം ഖത്തറിൽ സന്ദർശനം നടത്തുകയും അമീറുമായി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം വിദേശകാര്യമന്ത്രി S ജയശങ്കർ ദോഹയിലെത്തിയതും നിർണായക നീക്കങ്ങളുടെ ഭാഗമായാണ്. ഫെബ്രുവരി 17, 18 ദിവസങ്ങളിലാണ് ഖത്തർ അമീറും ദോഹയിൽ നിന്നുള്ള പ്രതിനിധികളും ഇന്ത്യയിൽ ഉണ്ടാവുക. ഖത്തർ അമീറിന്റെ 2ാം ഇന്ത്യൻ സന്ദർശനമാണിത്. 2015 മാർച്ചിലാണ് ഇതിനു മുമ്പ് അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചത്. സുപ്രധാന വാണിജ്യ കരാറുകളിൽ അന്ന് ചർച്ച നടക്കുകയും ധാരണയിലെത്തുകയും ചെയ്തിരുന്നു. തുടർ നടപടികൾ പിന്നീട് നടന്നുവെങ്കിലും ഡൽഹിയിലെത്തുമ്പോൾ ഏതൊക്കെ കരാർ ഒപ്പുവെക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഈ വർഷം ഖത്തർ അമീർ നടത്തുന്ന 2ാമത്തെ വിദേശ സന്ദർശനമാണിത് എന്ന പ്രത്യേകതയും എടുത്തു പറയണം. പ്രസിഡന്റ് പലായനം ചെയ്യുകയും വിമതർ ഭരണം പിടിക്കുകയും ചെയ്ത സിറിയയിലേക്കായിരുന്നു അമീറിന്റെ ആദ്യ സന്ദർശനം. സിറിയയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി കോടികൾ ഖത്തർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളുമായി വൻതുകയ്ക്കുള്ള കരാറുകൾ ഒപ്പുവെക്കുന്ന ഖത്തർ സമാനമായ നീക്കം ഇന്ത്യയിലും നടത്തിയേക്കും. ഫെബ്രുവരി 17 ഖത്തർ അമീർ ഇന്ത്യയിൽ എത്തുമെങ്കിലും 18 പ്രധാന ചർച്ചകൾ. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം നിർണായക സൗഹൃദമാണ് ഇന്ത്യയുമായിട്ടുള്ളത്. ഖത്തറിലെ ഏറ്റവും വലിയ ജനസമൂഹം ഇന്ത്യക്കാരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. ഇന്ത്യക്കാർ നൽകുന്ന സംഭാവനകൾ ഖത്തർ അടുത്തിടെ നന്ദിയോടെ സ്മരിച്ചിരുന്നു. ചാരവൃത്യ കേസിൽ ഇന്ത്യയുടെ മുൻ നാവികരെ ഖത്തർ കോടതി അടുത്തിടെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. 8ൽ 7 പേരെയും പിന്നീട് ഖത്തർ അമീറിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം വിട്ടയക്കുകയും അവർ ഇന്ത്യയിൽ മടങ്ങിയെത്തുകയും ചെയ്തു. ഒരാൾ ഇപ്പോഴും ഖത്തറിൽ തുടരുകയാണ്. ഇക്കാര്യത്തിലുള്ള തുടർ ചർച്ചകൾ ചൊവ്വാഴ്ച നടന്നേക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ വാതകം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ. ക്രൂഡ് ഓയിലിനേക്കാൾ ഖത്തറിന് വരുമാനം പ്രകൃതി വാതകത്തിൽ നിന്നാണ്. ഇന്ത്യയുമായി ഖത്തറിന് LNG കരാർ നിലവിലുണ്ട്. ഇനി പുതിയ കരാർ ഒപ്പുവെക്കുമോ എന്നാണ് അറിയേണ്ടത്. കൂടാതെ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഭവങ്ങളും ഖത്തർ അമീറും നരേന്ദ്രമോദിയും ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാന പ്രകൃതിവാതക ഇറക്കുമതി രാഷ്ട്രമാണ് ഖത്തർ. കഴിഞ്ഞ വർഷം അവസാനം ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്ക് വൻതോതിൽ ദ്രാവീകൃത പ്രകൃതിവാതകം അതായത് LNG എത്തിക്കുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഖത്തറും എത്തിയിരുന്നു. ഇന്ത്യയിലെ മുൻനിര പ്രകൃതിവാതക വിതരണക്കാരായ ഗെയിലിന് 5 വർഷത്തേക്ക് ഇന്ധനം നൽകാനാണ് തീരുമാനം. കരാർ പ്രകാരം ഖത്തർ എനർജി ട്രേഡിംഗ് കമ്പനി ഏപ്രിൽ മുതൽ ഗെയിലിന് പ്രതിമാസം 1 കാർഗോ വീതം ഇന്ത്യയിലേക്ക് എത്തും. ഗെയിലുമായി ഖത്തർ എനർജി ട്രേഡിംഗ് കമ്പനി നടത്തുന്ന ഏറ്റവും വലിയ ഇടപാടുകളിലൊന്നാണ് ഇത്. അതേസമയം ഇപ്പോഴിതാ ഖത്തറിന് പുറമെ മറ്റൊരു അറബ് രാഷ്ട്രവുമായും ദ്രാവീകൃത പ്രകൃതിവാതകത്തിനായി ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും നാളെ ഇന്ത്യയിലെത്തുന്ന ഖത്തർ അമീറുമായുള്ള ഇന്ത്യയുടെ ചർച്ച ഇന്ത്യക്ക് ഏറെ നിർണായകമാണ്.